കവിയുടെ ആത്മകഥ, അതിന് മലയാളത്തിലുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ്, ക്ലാസിക് എക്സാമ്പിൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം, കവിയുടെ കാൽപ്പാടുകൾ, പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ. അടിമുടി കവിയായിരുന്നെങ്കിൽ പോലും തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം കവിത ഉപയോഗിച്ചിട്ടേയില്ല. ഗദ്യത്തിലാണ് അദ്ദേഹം ആത്മകഥ എഴുതിയത്. കളിയച്ഛൻ ഉൾപ്പെടെ തൻ്റെ മിക്ക കവിതകളിലും തൻ്റെ ആത്മാവിനെ തന്നെയാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. എങ്കിൽ പോലും അദ്ദേഹം ആത്മകഥ എഴുതാൻ തയ്യാറായി അത് ഗദ്യത്തിൽ തന്നെ എഴുതുകയും ചെയ്തു. പക്ഷെ ആ ഗദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് അടിമുടി പദ്യം തന്നെയായിരുന്നു, അടിമുടി കവിത തന്നെയായിരുന്നു, കവിതയേക്കാൾ സാന്ദ്രമായിരുന്നു, കവിതയേക്കാൾ ഭാവന നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥ. എങ്കിൽ പോലും കവിതയുടെ വരികൾ ആ ആത്മകഥയിൽ എഴുതാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. വയലേലകൾക്കിടയിലൂടെ നാടൻ പാട്ടുപാടി പാദസരമിട്ട് ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പി കുഞ്ഞിരാമൻ നായർ തൻ്റെ ആത്മകഥ തുടങ്ങുന്നത് തന്നെ. പൊയ്പോയ നിലാവിൻ്റെ നനവ് പറ്റാത്ത നിളാമണൽപ്പുറത്തിരുന്നാണ് തൻ്റെ ജീവിതത്തെ പറ്റി അദ്ദേഹം ഓർമ്മിച്ചത്, ആത്മവിചിന്തനം നടത്തിയത്. അതിനെപ്പറ്റി അദ്ദേഹം ആത്മാർത്ഥമായി തുറന്ന് എഴുതിയത്. ആ ആത്മകഥയുടെ അവസാനത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ജാതകം അദ്ദേഹം വായിച്ചു കേൾക്കുന്നുണ്ട്. നഷ്ടക്കണക്കുകൾ മാത്രമേ ഉള്ളൂ, കൈവിട്ട ജീവിതത്തിൻ്റെ കണക്കുകളാണത്, പൊയ്പോയ സൗഭാഗ്യങ്ങളുടെ കഥകളാണ്, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ ഓർമ്മകളാണ്. ജാതകക്കുറിപ്പ് മുക്കാൽ ഭാഗമായപ്പോഴേക്കും അദ്ദേഹം വായന നിർത്താൻ ആവശ്യപ്പെടുന്നു. നഷ്ടക്കണക്കുകൾ ഇനി മതി, ഇനി പറഞ്ഞാലും അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ജീവിതവും ഇതേ കണക്കുകൾ തന്നെയാണ്. എനിക്ക് ബാക്കിയുള്ളത് ഒന്നു മാത്രമാണ്, കവിതയുടെ കെടാവിളക്ക്, കവിതയുടെ നിലവിളക്ക്. അതിൽ ഞാൻ കുറച്ചുകൂടെ എണ്ണയൊഴിക്കട്ടെ, ആ വിളക്ക് ഇനിയും ആളിക്കത്തും. അതിന് എനിക്കൊരു ജാതകത്തിൻ്റെയും അടിസ്ഥാനം വേണ്ട, അകമ്പടി വേണ്ട, പിന്തുണ വേണ്ട. അങ്ങനെ കവിതയുടെ കെടാവിളക്ക് വീണ്ടും ആളിക്കത്തിച്ച് ജീവിതം മുഴുവൻ സമ്പൂർണമായ ഒരു കവിതയാക്കി പി കുഞ്ഞിരാമൻ നായർ ഈ ലോകത്ത് നിന്നും മറഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇന്നും അപൂർവ സൗന്ദര്യത്തോടെ കാലത്തെ അതിജീവിച്ച്, തലമുറകളെ അതിജീവിച്ച് നിലകൊള്ളുകയും ചെയ്യുന്നു. പി കുഞ്ഞിരാമൻ നായരെ പറ്റിയും കവിത എഴുതിയിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയ കവി സച്ചിദാനന്ദൻ ആത്മകഥ എഴുതിയപ്പോൾ അതിന് അദ്ദേഹം പേര് കൊടുത്തത് അഭിരാമം എന്നാണ്. അത് വായനക്കാരിൽ നിന്നും സ്വീകരിച്ച പേര് തന്നെയായിരുന്നു. അഭിരാമം തുടരുന്ന ജീവിതം, അഭിരാമം തുടരുന്ന കവിത. പി കുഞ്ഞിരാമൻ നായരെ പോലെ അല്ല സച്ചിദാനന്ദൻ ആത്മകഥ എഴുതിയിട്ടുള്ളത്. 2 ഭാഗങ്ങളായി 23 അധ്യായങ്ങളാണ് സച്ചിദാനന്ദൻ്റെ ആത്മകഥയിൽ ഉള്ളത്. പാഠം 1 മഴ എന്ന ആദ്യത്തെ അധ്യായം, എത്തി നിൽക്കുന്നിടം എന്ന അവസാനത്തെ അധ്യായം. ഈ 23 അധ്യായങ്ങളിൽ 2 ഒഴികെ 21 അധ്യായങ്ങളും തുടങ്ങുന്നത് കവിതയിൽ തന്നെയാണ്. മിക്ക അധ്യായങ്ങളും അവസാനിക്കുന്നതും കവിതയിൽ തന്നെയാണ്. മറ്റാരുടെയും കവിതയല്ല, സ്വന്തം കവിത തന്നെ. താൻ എഴുതിയ, തൻ്റെ ഓർമ്മയിൽ ഇന്നും അവശേഷിക്കുന്ന, മലയാളികളുടെ മനസ്സിൽ സ്നേഹത്തോടെ നിലകൊള്ളുന്ന കവിതയുടെ വരികളിൽ നിന്ന് തൻ്റെ ജീവിതത്തെ തന്നെ, തൻ്റെ നിലപാടുകളെ, തൻ്റെ ആശയങ്ങളെ, ആദർശങ്ങളെ കണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് സച്ചിദാനന്ദൻ. അതാണ് അഭിരാമം എന്ന ആത്മകഥ അല്ലെങ്കിൽ ആത്മ ആഖ്യാനം. പി കുഞ്ഞിരാമൻ നായർ തൻ്റെ ആത്മകഥയിൽ കവിതയെ പറ്റിയാണ് എഴുതിയത്, തൻ്റെ സ്വന്തം ജീവിതത്തെ പറ്റിയാണ് എഴുതിയത്. സച്ചിദാനന്ദൻ എഴുതുന്നതും സ്വന്തം ജീവിതത്തെ പറ്റിയാണ്, കവിതയെ പറ്റിയാണ്. പക്ഷെ ഈ 2 ആത്മകഥകൾ തമ്മിലുള്ള വ്യത്യാസം ആശയങ്ങളുടെയും കാലത്തിൻ്റെയും നിലപാടുകളുടെയും ആദർശങ്ങളുടെയും വ്യത്യാസമാണ്. സച്ചിദാനന്ദൻ തൻ്റെ വർത്തമാനകാലത്തിൽ ഊന്നി നിന്നുകൊണ്ട് തൻ്റെ കാലത്തെ നിർവചിക്കാൻ ശ്രമിക്കുകയാണ്. തൻ്റെ കാലത്തിന് സംഭവിച്ച വിപര്യങ്ങളെ പറ്റി അദ്ദേഹം വിഷാദിക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. തൻ്റെ പക്ഷം ഏത്, ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്ന് വ്യക്തമാക്കുന്നുണ്ട്.
ഇടതുപക്ഷത്തിൻ്റെ വ്യതിയാനങ്ങളെ പറ്റി പറയുന്നുണ്ട്. കാലത്തിന് ഇനി വേണ്ടത് ഏതു പക്ഷമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതാണ് സച്ചിദാനന്ദൻ്റെ ആത്മകഥയുടെ പ്രത്യേകത, സവിശേഷത. അതുകൊണ്ട് തന്നെയാണ് ആ ആത്മകഥ പി കുഞ്ഞിരാമൻ നായരുടെ കവിത നിറഞ്ഞു നിൽക്കുന്ന ആത്മകഥയിൽ നിന്ന് വ്യത്യസ്തമാകുന്നതും. തൻ്റെ പ്രിയപ്പെട്ട പല കവിതകളെ പറ്റി ആത്മകഥയിൽ സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. ആ കവിതകൾക്ക് പിന്നിലുള്ള കഥകളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. സുലേഖ മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രണയ കവിതകളിൽ ഒന്നായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. സുലേഖയ്ക്ക് പിന്നിലുള്ള ചരിത്രം സച്ചിദാനന്ദൻ ഈ ആത്മകഥയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. കോളേജ് കാലത്ത് തൻ്റെ തൊട്ടു താഴെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് അദ്ദേഹത്തിന് ഇഷ്ടം തോന്നുന്നു. വിശുദ്ധിയുടെ പ്രതീകം പോലെ ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർ ഇരുവരും സംസാരിക്കുന്നുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ വിവാഹത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ കവി ആ പെൺകുട്ടിക്ക് ഒരു കത്തെഴുതുന്നു, എൻ്റെ ആത്മസഖിയാകാമോ എന്ന് ചോദിച്ച്. തൻ്റെ വിവാഹം നേരത്തെ തീരുമാനിക്കപ്പെട്ടു എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ മറുപടി. ആദരവോടെ വിവാഹത്തിന് ആശംസ നേർന്നുകൊണ്ട് പെൺകുട്ടി തൻ്റെ കത്ത് നിർത്തി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടിയെ സച്ചിദാനന്ദൻ വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു യുവതിയാണ്, കോളേജ് അധ്യാപികയാണ്. അതേ കോളേജിൽ സച്ചിദാനന്ദൻ ഒരു ചടങ്ങിന് ചെന്നതായിരുന്നു. അതായിരുന്നു അവരുടെ അടുത്ത കൂടിക്കാഴ്ച. അന്നും വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ് അവർ തമ്മിൽ സംസാരിച്ചത്. അതിനുശേഷം അവർ പിരിയുന്നു. വർഷങ്ങൾക്ക് ശേഷം അകാലത്തിൽ ക്യാൻസർ ബാധിച്ച് ആ സ്ത്രീ ഈ ലോകത്തോട് യാത്ര പറയുന്നു. ഈ സംഭവമാണ് സുലേഖയുടെ അടിസ്ഥാനം. സുലേഖ, ഇത്രയേറെ ചിറകുകളുമായി നീ അവിടെ എന്ത് ചെയ്യുകയാണ്? വിശുദ്ധിയുടെ വെളുത്ത വസ്ത്രങ്ങൾ, വിശുദ്ധിയുടെ പനീർ, വിശുദ്ധിയുടെ സ്വപ്നങ്ങൾ ഞാൻ എല്ലാം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷേ സുലേഖ എന്ന പ്രണയ കവിത രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെയോ പ്രണയ വിഷാദത്തിൻ്റെയോ പ്രണയ ദുരന്തത്തിൻ്റെയോ മാത്രം ചരിത്രമല്ല. ഒരു വ്യക്തിയിൽ നിന്നും അത് ഒരു രാജ്യത്തിലേക്ക് സഞ്ചരിക്കുന്നു, ചരിത്രത്തിലേക്ക് സഞ്ചരിക്കുന്നു, ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നു. സുലേഖ, നീ ഈ കാലത്ത് ജനിക്കേണ്ടവളല്ല. എന്താണ് കാരണം? ഈ ലോകത്ത് സൂര്യകാന്തികൾക്ക് പോലും നഖങ്ങളും ദംഷ്ട്രകളുമുണ്ട്. കറുത്ത വിധി പുസ്തകം പോലെ നീതിമാന്മാർക്ക് വേണ്ടി തടവറകൾ തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ കാലത്ത് നിനക്ക് ജീവിക്കാനാവില്ല എന്നാണ് കവി ഈ കവിതയിൽ പറയുന്നത്. വിശ്വമാനവികതയുടെ സന്ദേശമാണ് സച്ചിദാനന്ദൻ കവിതയിലൂടെ പറയുന്നത്. ഒരു നിസ്സാരമായ പ്രണയം, അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ട ഒരു പ്രണയം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യമായ ഒരു ബന്ധം, ആ ബന്ധത്തെയാണ് വിശ്വമാനവികതയുടെ അപൂർവ തലങ്ങളിലേക്ക് സച്ചിദാനന്ദൻ ഉയർത്തുന്നത്. ഒരു നാൾ സൗരഭ്യങ്ങളുടെ ഭൂമിയിൽ പുതുമണ്ണിൻ്റെ മണമുയർത്തുന്ന ആദ്യ മഴയായി നീ വന്ന് പിറക്കുക, സുലേഖയോട് കവി പറയുന്നു. ഒരു നാൾ സൗരഭ്യങ്ങളുടെ ഭൂമിയിൽ പുതുമണ്ണിൻ്റെ മണമുയർത്തുന്ന ആദ്യ മഴയായി നീ വന്ന് പിറക്കുക, ഇറവെള്ളമായി ആര്യവേപ്പിൻ ചുവട്ടിലൂടെ ചിരിച്ചു പുളഞ്ഞൊഴുകുക. നിനക്കുമീതെ അന്ന് ഒരു കൂരമ്പ് പോലെ ഒരു കിളി, ഒരു ഞാവൽ കിളി പറന്നു പോകും, അത് ഞാനായിരിക്കും. കേരളത്തിൽ കോളേജ് അധ്യാപകനായിരുന്ന സച്ചിദാനന്ദൻ വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിലേക്ക് പോയി. അനേക വർഷങ്ങൾ അദ്ദേഹം ഡൽഹിയിൽ തന്നെ ആയിരുന്നു ജീവിതം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായും ബുക്ക് ട്രസ്റ്റുമായും ബന്ധപ്പെട്ട് ഡൽഹിയിൽ തന്നെ അദ്ദേഹം തൻ്റെ ജീവിതം ഉറപ്പിച്ചു. ഒട്ടേറെ വർഷങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതൊരു തിരിച്ചുവരവായിരുന്നു, അതേസമയം തന്നെ തിരിച്ചറിവിൻ്റെ യാത്ര കൂടിയായിരുന്നു. കേരളത്തിലെത്തിയപ്പോൾ സച്ചിദാനന്ദൻ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഒരു വ്യക്തിക്ക് ശരാശരി ഉയരം മാത്രമേ പാടുള്ളൂ. ശരാശരിയിൽ കൂടുതൽ ഉയരമുള്ള വ്യക്തിയാണെങ്കിൽ ഒന്നുകിൽ കേരളം ആ വ്യക്തിയെ അവഗണിക്കും, അല്ലെങ്കിൽ അടിച്ചമർത്തും,
ചവിട്ടിത്താഴ്ത്തും. ശരാശരിയിൽ കൂടുതൽ ഉയരാനാണ് സച്ചിദാനന്ദൻ ശ്രമിച്ചത്. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു, അദ്ദേഹത്തിന് ഭീഷണികൾ നേരിടേണ്ടി വന്നു. പക്ഷേ പതറിയില്ല. അതിന് കാരണം കവി വെളിപ്പെടുത്തുന്നുണ്ട്. ഡൽഹിയിൽ ഇടതുപക്ഷം എന്ന വാക്കിന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് ഏതു പാർട്ടി, ഏത് ഗ്രൂപ്പ്, ഏത് വ്യക്തിക്കൊപ്പം എന്ന ചില ഉപചോദ്യങ്ങൾ കൂടി നേരിടേണ്ടി വരും. അതിൻ്റെ ഉത്തരങ്ങൾ കൂടി പറയേണ്ടി വരും. കേരളം തനിക്ക് പ്രിയപ്പെട്ടതായത്, ലോകത്തിന് പ്രിയപ്പെട്ടതായത് നവോത്ഥാനത്തിൻ്റെ പേരിലാണ്. ആ നവോത്ഥാനത്തിൻ്റെ വളർച്ച പകുതി വഴിക്ക് നിർത്തപ്പെട്ടു. പിന്നീട് നവോത്ഥാനം വളർന്നില്ല, അതിനു പകരം വർഗീയതയാണ് വളർന്നത്. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ പുറമേ വർഗീയതയെ എതിർക്കുമ്പോൾ പോലും ജാതിമത കക്ഷികളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് ഇടതുപക്ഷ വ്യതിയാനമാണെന്ന് പറയാൻ കവി മടിക്കുന്നില്ല. വ്യക്തമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇടതുപക്ഷം ഈ വഴിയേ അല്ല സഞ്ചരിക്കേണ്ടത്. ജനാധിപത്യത്തിൻ്റെ ജനകീയ സത്ത വീണ്ടെടുക്കുക, അതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ ധർമ്മം. അതിന് സ്വയം നിരന്തരം വിമർശിക്കണം, നവീകരിക്കണം. വിമർശിക്കുകയും നവീകരിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമേ ഇടതുപക്ഷത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയൂ. കേരളത്തിന് യഥാർത്ഥത്തിൽ എന്ത് പ്രസ്ഥാനമാണ് വേണ്ടത്, കേരള ജനത ഏതു പക്ഷത്താണ് നിൽക്കേണ്ടത് എന്ന ചോദ്യങ്ങൾക്ക് കവിക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. അത് ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല, ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനമാണ് കേരളത്തിൻ്റെ ആവശ്യം. പാതി വഴിക്ക് നിന്നുപോയ നവോത്ഥാനത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. യഥാർത്ഥ ആധുനികതയിലേക്ക് നയിക്കുന്ന ജനകീയ മുന്നേറ്റമാണ് കേരളത്തിന് വേണ്ടത്, മലയാളികൾക്ക് വേണ്ടത്, മലയാള സാഹിത്യത്തിന് വേണ്ടത്, മലയാള എഴുത്തിന് വേണ്ടത്. തൻ്റെ ജീവിതത്തിൽ ഉടനീളം നിരന്തരമായി കവിതയിലൂടെ സ്വയം നവീകരിച്ച സച്ചിദാനന്ദൻ, സ്വയം വിമർശിച്ച സച്ചിദാനന്ദൻ സ്നേഹിക്കുകയും പ്രണയിക്കുകയും കാമിക്കുകയും ഈ ലോകത്തെ ആശയാദർശങ്ങളുടെ സൗന്ദര്യ ഭൂമിയായി സങ്കല്പിക്കുകയും ചെയ്ത അതേ കവിയുടെ മനോഹരമായ സങ്കല്പങ്ങൾ ഈ ആത്മകഥയിൽ, ഈ ആത്മജീവിത പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് ഈ ലോകത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ ഒരു കവിതയിലൂടെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇനി നമ്മുടെ വംശത്തിന് അധികം സമയമില്ല. നമ്മുടെ തന്നെ കണ്ടുപിടുത്തങ്ങൾ നമ്മളെ തന്നെ അപ്രസക്തരാക്കും. നമ്മുടെ ഉദയം ആഹ്ലാദത്തോടെ കണ്ടവർ നമ്മുടെ അസ്തമയവും കാണേണ്ടി വരും. നാം വന്നുപോയ കഥ, മനുഷ്യരാശിയുടെ കഥ, മനുഷ്യവർഗത്തിൻ്റെ ചരിത്രം, മനുഷ്യവർഗത്തിൻ്റെ ജീവിതകഥ ലോക ചരിത്രത്തിൽ ഒരൊറ്റ ഖണ്ഡികയിൽ മാത്രം ഒതുക്കപ്പെടുമോ? ഈ ആശങ്കയാണ് ഈ ആത്മകഥാ പുസ്തകത്തിലൂടെ സച്ചിദാനന്ദൻ മുന്നോട്ട് വെക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതമല്ല, ഒരു രാജ്യത്തിൻ്റെ ചരിത്രമല്ല, ഒരു ദേശത്തിൻ്റെ ചരിത്രമല്ല, മൊത്തം മനുഷ്യവംശത്തിൻ്റെ ചരിത്രം ഒരൊറ്റ ഖണ്ഡികയിൽ മാത്രം എഴുതപ്പെട്ട് അങ്ങനെ മാഞ്ഞു പോകേണ്ടി വരുമോ എന്ന ആശങ്ക ഉയർത്തിക്കൊണ്ട് തൻ്റെ കവിതയിലൂടെ, ജീവിതത്തിലൂടെ, തൻ്റെ നിലപാടുകളിലൂടെ തൻ്റെ ജീവിതത്തെ മറ്റൊരു മാനത്തിലേക്ക് ഉയർത്തുകയാണ് സച്ചിദാനന്ദൻ ഈ പുസ്തകത്തിലൂടെ.